പഠനത്തിനായി പോകുന്ന മലയാളി വിദ്യാർത്ഥികളും മക്കളെ യുകെയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് അയക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന മാതാപിതാക്കളും ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് പുറത്തുവരുന്നത്. പഠനം കഴിഞ്ഞ് യുകെയിൽ തന്നെ തുടരാനും ജോലി കണ്ടെത്താനും സഹായിക്കുന്ന ഗ്രാജുവേറ്റ് റൂട്ട് വിസ അഥവാ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കാലാവധി കുറയ്ക്കാൻ യുകെ സർക്കാർ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ യോഗ്യരായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന 2 വർഷത്തെ ഗ്രാജുവേറ്റ് വിസ 18 മാസമായി കുറയ്ക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. ഇത് യാഥാർത്ഥ്യമായാൽ യുകെയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി കണ്ടെത്താനും സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറാനും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സമയം കുറയും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ എടുത്തും സ്വത്തുക്കൾ പണയപ്പെടുത്തിയുമൊക്കെ മക്കളെ യുകെയിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുന്ന മാതാപിതാക്കൾ ഈ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. യുകെ ഗ്രാജുവേറ്റ് വിസയിൽ എന്താണ് മാറ്റമെന്ന് ആദ്യമേ ഒന്ന് നോക്കാം. നിലവിലെ നിയമപ്രകാരം യോഗ്യരായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് യുകെയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ഗ്രാജുവേറ്റ് റൂട്ട് വിസ വഴി തുടരാനും ജോലി അന്വേഷിക്കാനും അവസരമുണ്ട്. മാസ്റ്റേഴ്സ് പോലെയുള്ള കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് നിലവിൽ സാധാരണയായി 2 വർഷത്തെ ഗ്രാജുവേറ്റ് വിസ ലഭിക്കും. എന്നാൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഈ കാലാവധി 24 മാസത്തിൽ നിന്ന് 18 മാസമായി കുറയ്ക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അതേസമയം PhD പോലെയുള്ള ഗവേഷണ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് നിലവിലുള്ള 3 വർഷത്തെ ഗ്രാജുവേറ്റ് വിസ കാലാവധി തുടർന്നും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ പ്രധാനമായും 1 വർഷമോ അതിലധികമോ ദൈർഘ്യമുള്ള മാസ്റ്റേഴ്സ് കോഴ്സുകൾ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികളെയാണ് ഈ മാറ്റം കൂടുതൽ ബാധിക്കുക. എന്തുകൊണ്ടാണ് ഈ മാറ്റം പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. യുകെയിൽ പഠിക്കാൻ പോകുന്ന പല വിദ്യാർത്ഥികളുടെയും പ്രധാന ലക്ഷ്യം പഠനം മാത്രമല്ല. പഠനം പൂർത്തിയാക്കിയ ശേഷം അവിടെ ജോലി നേടുക, തൊഴിൽ പരിചയം നേടുക, പിന്നീട് സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുക, ഭാവിയിലുള്ള സ്ഥിരതാമസത്തിനുള്ള സാധ്യത കണ്ടെത്തുക, ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് പലരും യുകെയിലേക്ക് പോകുന്നത്. ഇപ്പോൾ 2 വർഷം ലഭിക്കുന്ന സമയമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പക്ഷേ ആ കാലയളവ് 18 മാസമായി കുറച്ചാൽ ജോലി കണ്ടെത്താനും എംപ്ലോയർ സ്പോൺസർഷിപ്പ് നേടാനും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സമയം 6 മാസം കുറയും. ഇത് ചെറിയൊരു മാറ്റമായി തോന്നിയെങ്കിലും ജോലി അന്വേഷിക്കുന്ന ഒരു പുതിയ വിദേശ ബിരുദധാരിയെ സംബന്ധിച്ച് 6 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു വലിയ മാറ്റം ഡിപെൻഡന്റ് വിസ നിയന്ത്രണമാണ്. യുകെയിലേക്ക് പഠിക്കാൻ പോകുന്ന മലയാളി കുടുംബങ്ങളെ ഇതിനകം തന്നെ ബാധിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന നിയമമാണ് വിദ്യാർത്ഥികളുടെ ഡിപെൻഡന്റ് വിസ നിയന്ത്രണം. സാധാരണ മാസ്റ്റേഴ്സ് കോഴ്സുകൾക്ക് പോകുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് നിശ്ചിത ഒഴിവുകൾ ഒഴികെ പങ്കാളിയെയോ മക്കളെയോ ഡിപെൻഡന്റ് വിസയിൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. മുൻപ് പല മലയാളി കുടുംബങ്ങളും ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നു. വിദ്യാർത്ഥി പഠിക്കുമ്പോൾ പങ്കാളിക്ക് ജോലി ചെയ്യാനും കുടുംബത്തിന്റെ ജീവിത ചെലവുകളിൽ സഹായിക്കാനും സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ കാരണം ഈ അവസരം പലർക്കും ഇല്ലാതെയായി. ഇതിനു പുറമെയാണ് ഗ്രാജുവേറ്റ് വിസ കാലാവധി കുറയ്ക്കാനുള്ള നീക്കവും വരുന്നത്. സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുന്നത് എളുപ്പമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും ഇത് തന്നെയാണ്. എന്നാൽ പഠനം കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് വിസ ലഭിച്ചാലും അത് സ്ഥിരതാമസത്തിനുള്ള നേരിട്ടുള്ള വഴിയല്ല. അതിനുശേഷം സ്കിൽഡ് വർക്കർ വിസ പോലെയുള്ള മറ്റൊരു വിസയിലേക്ക് മാറേണ്ടി വരും. അതിന് അംഗീകൃത സ്പോൺസറായ ഒരു തൊഴിലുടമയിൽ നിന്നും ജോലി ലഭിക്കണം. കൂടാതെ ജോലി, ശമ്പളം തുടങ്ങിയവയ്ക്ക് സർക്കാർ നിശ്ചയിക്കുന്ന യോഗ്യതകളും പാലിക്കണം. പുതിയതായി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ചില സാലറി കൺസെഷൻ ലഭ്യമാണെങ്കിലും സ്പോൺസർ ചെയ്യുന്ന ജോലി കണ്ടെത്തുക എന്നത് പലർക്കും വലിയ വെല്ലുവിളിയാണ്. ഗ്രാജുവേറ്റ് വിസയുടെ കാലാവധി 18 മാസമായി കുറച്ചാൽ ഈ വെല്ലുവിളി ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ പാർട്ട് ടൈം ജോലി മാത്രം ആശ്രയിക്കരുത്. യുകെയിലേക്ക് പോകുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും പാർട്ട് ടൈം ജോലി ചെയ്ത് ജീവിത ചെലവിന്റെ ഒരു ഭാഗം കണ്ടെത്താമെന്നാണ് കരുതുന്നത്. എന്നാൽ പഠനം, താമസം, ഭക്ഷണം, യാത്ര, മറ്റ് ചെലവുകൾ എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ പാർട്ട് ടൈം ജോലി മാത്രം ആശ്രയിച്ച് മുഴുവൻ സാമ്പത്തിക ബാധ്യതയും കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമായ പദ്ധതിയല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് 20-30 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ എടുത്തു പോകുന്ന കുടുംബങ്ങൾ വളരെ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം നടത്തണം. യുകെ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പഠനം, ജോലി, വിസ, ഇമിഗ്രേഷൻ മാറ്റങ്ങൾ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.